ഡോക്ടർ ഉമർ എന്ന ഒരാളാണ് ഇതിന് ആസൂത്രണം നൽകിയത്. ഇയാൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ ഡോക്ടർ ഉമറിൻ്റെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇയാളാണ് ഈ വൈറ്റ് ടെററിസം എന്നുള്ള പുതിയ സ്ഫോടന സ്റ്റൈലിൻ്റെ ഭാഗമായി ഇന്നലെ ചെങ്കോട്ടിൽ ആക്രമണം ഉണ്ടാക്കിയ സംഘത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് വിവരം. ഇയാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുകൂടി വിവരം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഈ സ്ഫോടനം നടന്ന സ്പോട്ടിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ബൽറാം, ഈ ഡോക്ടർ ഉമറിനെ കുറിച്ച് കൂടുതൽ എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്? ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നയാളാണ് ഇന്നലെ നടന്ന ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പ്രധാന അല്ലെങ്കിൽ ആസൂത്രകനെന്നും അത് നടത്തിയതും ഇയാൾ തന്നെ നേരിട്ട് പങ്കുണ്ടായിരുന്നു എന്നുമുള്ള വിവരമാണ് ഏജൻസികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഉമർ നേരത്തെ ഫരീദാബാദ് ായ 4 ഡോക്ടർമാർ ഉൾപ്പെട്ട ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്ന ആ കണ്ണടയിട്ട ആളിൻ്റെ ചിത്രം ഡോക്ടർ ഉമറിൻ്റേതാണ്. ഇയാൾ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ പ്രയോക്താവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ഡൽഹിയിൽ പ്രവർത്തിച്ചതും ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതും. ഇയാളായിരുന്നു വാഹനം ഓടിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഫരീദാബാദിൽ കണ്ടുപിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളും ഒക്കെയായിട്ട് ഇവർക്കൊക്കെ തന്നെ ബന്ധമുണ്ട്. ഇവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പോൾ മറ്റേ ബോക്സിൽ കാണുന്ന അടുത്ത ബോക്സിൽ കാണുന്ന ചിത്രം ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധപ്പെടുത്തിയതാണ്. ആ ചിത്രമാണ്, ആ വാഹനമാണ് സ്ഫോടനം ഉണ്ടാക്കിയത്. ഈ ചിത്രം ഏതാണ്ട് ഉച്ചകഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് ഏതാണ്ട് 3:50 ആകുമ്പോഴേക്കും ഈ വാഹനം ചെങ്കോട്ടയ്ക്ക് അടുത്ത് കാത്തു കിടന്നിരുന്നു. പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്ത് 6:52 ആകുമ്പോഴേക്കും ആണ് ഈ വാഹനം സിഗ്നലിനടുത്ത് വളരെ പതുക്കെ നീങ്ങിയ ഇത് വലിയൊരു ദുരന്തം ഡൽഹിയിൽ ഉണ്ടാക്കിയത്, 9 പേരുടെ മരണത്തിന് കാരണമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.